കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടാകാം, പക്ഷേ അമീന് പരിമിതിയില്ല. അവൻ എഴുതുകയാണ്, മനസ്സിലെ ആശയങ്ങൾ കഥകളായി കടലാസിൽ പകർത്തി. അത് മന്ത്രി അപ്പൂപ്പൻ തന്നെ ഫേസ്ബുക്കിലും പങ്കുവച്ചു. അവന് ബൈ ബർത്ത് തന്നെ അവൻ്റെ റൈറ്റ് ഐ വിഷൻ നിയർ ടു 0 ആണ്. ലെഫ്റ്റേക്ക് ഒരു 5% വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പല ഹോസ്പിറ്റലും കാണിച്ചു. ബൈ ബർത്ത് തന്നെ ഞരമ്പിന് വളർച്ച കുറവായതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നും ഉള്ള 5% പോകാതിരിക്കാൻ അവനെ തെറാപ്പി ചെയ്യാനും പറഞ്ഞു. അങ്ങനെ നമ്മൾ തെറാപ്പി ചെയ്തു. അതിനനുസരിച്ച് അവനുള്ള വിഷയം വെച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഏറെക്കുറെ നമ്മൾ പ്രാപ്തരാക്കി. പാലക്കാട് GLPS സ്കൂളിലെ സക്കീറ ബാനു ടീച്ചറാണ് അവൻ്റെ കരുത്ത്. അവൻ്റെ കഥകൾക്ക് പ്രോത്സാഹനമായി ടീച്ചറും സ്കൂളും ഒപ്പം നിന്നു. അവനെ ചേർത്ത് നിർത്തി. ടീച്ചേഴ്സും അവൻ്റെ സഹപാഠികളും ആ സ്കൂളും അല്ലെങ്കിൽ അവനിങ്ങനെ ആവില്ല. അതിൽ നമുക്ക് സ്കൂളിനോടും ടീച്ചേഴ്സും വളരെയധികം കടപ്പാടുണ്ട്. കാരണം വളരെ ആത്മാർത്ഥമായിട്ടാണ് ടീച്ചേഴ്സും അവൻ്റെ സഹപാഠികളും അവനോട് പെരുമാറുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം അതിൽ ഇത്രയും ചെറിയ കുട്ടികളെ ഇത്രയും നിസ്സാരമായൊരു കാര്യത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് വളരെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്നു. വലിയൊരു ഊർജ്ജമാണ് അവൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ. അവനെ പലരും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. കുട്ടിക്കുരങ്ങനും കുഞ്ഞിക്കിളിയും. ഒരു മരത്തിൽ കുട്ടിക്കുരങ്ങൻ ചാടിക്കളിക്കുന്ന സമയം കുഞ്ഞിക്കിളി മരത്തിൻ്റെ മുകളിൽ നിന്നും താഴെ വീണു. കുട്ടിക്കുരങ്ങൻ വേഗം ചാടിപ്പോയി കുഞ്ഞിക്കിളിയെ എടുത്ത് തലോടി. കുഞ്ഞിക്കിളിയെ കൂട്ടിൽ വച്ചു. കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി. അവർ കൂട്ടുകാരായി. അമീൻ എഴുതിയ വളരെ ചെറുതും മനോഹരമായൊരു കഥയാണ്. സൗഹൃദത്തിൻ്റെ വലിയ പാഠങ്ങൾ നൽകുന്ന ചെറിയ കഥ. ഇനിയും ഒരുപാട് കഥകൾ എഴുതാൻ അമീന് കഴിയട്ടെ. മൽഗുഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിൾ VS ചേരുന്നുണ്ട് ആ തത്സമയം. ഗൂഗിൾ, നമ്മൾ കാഴ്ച പരിമിതി എന്നാണ് പറയുക, പക്ഷേ തനിക്കിതൊന്നും ഒരു പരിമിതിയല്ല എന്ന് തെളിയിക്കുകയാണ് അമീൻ. 95% കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്, കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് എങ്കിൽ പോലും അതൊന്നും തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല എന്നാണ് എഴുത്തുകളിലൂടെ അമീൻ തെളിയിക്കുന്നത്. ശരിക്കും തനിക്ക് എന്തെങ്കിലും ഒരു അവശത ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്ന് കരുതി മാറിയിരിക്കുന്നവർക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ് ഈ 1ാം ക്ലാസ്സുകാരൻ. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാഴ്ച, നല്ലൊരു കാഴ്ച കാണുന്നത്. അമീന് 95% കാഴ്ച പരിമിതിയുണ്ട്, കാഴ്ചകൾ കാണില്ല. പക്ഷേ ആ കുട്ടിക്ക് അവൻ്റെ ചിന്തകളും അവൻ്റെ കഥകളൊക്കെ ഒരു കടലാസിൽ പകർത്താൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ മറ്റാരേക്കാളും മനോഹരമായിട്ട് അത് വായിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെയാണ് നമ്മൾ അമീൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അമീൻ്റെ അച്ഛനായ നൗഫലിനെ നമ്മൾ വിളിക്കുകയും അമീൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് തൻ്റെ തോന്നലുകൾ ഇങ്ങനെ ഒരു കടലാസിൽ പകർത്തുക എന്നുള്ളതാണ്. നമ്മൾ അമീൻ അധികം അങ്ങനെ സംസാരിക്കില്ല. ഇപ്പം നമ്മളൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും അവൻ മിണ്ടില്ല. അവൻ ഇത്തിരി ഷൈ ആണ് ആൾ. പക്ഷേ ഭയങ്കര മിടുക്കനാണ് അവൻ. കൃത്യമായിട്ട് ഓരോന്നും എഴുതും, വായിക്കും. തൻ്റെ ഇഷ്ടങ്ങൾ പ്രധാനമായിട്ട് ഈ കഥകളിലൊക്കെ ഒരു സൗഹൃദമാണ്, ചേർത്ത് നിർത്തലിൻ്റെയൊക്കെ വലിയ കഥയാണ്. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ചെറിയ കഥകൾ, വളരെ സൗഹൃദത്തിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ മനോഹരമായ കവിതകളാണ് അവൻ ആ ചെറിയ 6 വയസ്സുള്ള ഒരു കുട്ടി എഴുതുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എത്രമാത്രം നന്മ അവനിങ്ങനെ പകർത്തി വയ്ക്കുകയാണ്. വളരെ രസം തോന്നി പല കവിതകളും. അതിലൊരു കഥ ഞാൻ വായിച്ചപ്പോൾ അതിൽ പറയുന്നത് അബദ്ധത്തിൽ വീണുപോയ ഒരു കിളിയെ സംരക്ഷിക്കുന്ന കഥയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വളരെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ കഥകൾ എഴുതുകയാണ് ആ 1ാം ക്ലാസ്സുകാരൻ. മാത്രമല്ല മനോഹരമായിട്ട് എഴുതുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചത് അക്ഷരത്തെറ്റില്ലാതെ എഴുതുന്നുണ്ട്. ഇപ്പോൾ 1ാം ക്ലാസ്സിലേക്ക് പലർക്കും അക്ഷരത്തെറ്റുണ്ടെന്നൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് അക്ഷരത്തെറ്റില്ലാതെ വളരെ മനോഹരമായിട്ട് അവൻ എഴുതുന്നു, അവൻ വായിക്കുന്നു. അതായത് വളരെ ചേർത്ത് പിടിച്ചാണ് പുസ്തകമൊക്കെ വായിക്കുന്നത്, പക്ഷെ മനോഹരമായി വായിക്കുന്നു അവൻ. സ്വാഭാവികമായി അതോടൊപ്പം തന്നെ അവൻ എടുത്തു പറയേണ്ട കാര്യം ആ സ്കൂൾ അവന് നൽകുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. അത് പാലക്കാട് GLPS സ്കൂളിലാണ് അവൻ ഇത്രയധികം സപ്പോർട്ട് നൽകുന്നത്. അവൻ്റെ ടീച്ചർ സക്കീറ ബാനു എന്ന് പറയുന്ന ടീച്ചർ അവന് വളരെ സപ്പോർട്ടാണ്. അപ്പോൾ അത്തരത്തിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുകൂടി അമീന് പിന്തുണ ലഭിക്കുന്നുണ്ട്. അപ്പോൾ മിടുക്കനാണ്, ഒരുപാട് കഴിവുകളും ഉണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും അമീന്.